طلابي الأحباء السلام عليكم ورحمة الله مرحبا بكم جميعا إلى درس جديد പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ നിങ്ങൾക്കേവർക്കും ഒരു പുതിയ അറബിക് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് നാലാമത്തെ യൂണിറ്റാണ്. അൽ വഹദത്തുർ റാബിഅ. ഇസ്മുൽ വഹദ അർളുന ബാഖിയ. ഈ യൂണിറ്റിൻ്റെ മെയിൻ ഹെഡിങ് അർളുന ബാഖിയ എന്നതാണ്. നമ്മുടെ ഭൂമി അവശേഷിക്കുന്നതാണ്. അർള് ഭൂമി. അർളുന ബാഖിയ, നമ്മുടെ ഭൂമി ബാക്കിയാണ്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് 4 പാഠഭാഗങ്ങളാണ്. അത്തുറാബു വസ്സഹബ് ഖിസ്വ, അതൊരു സ്റ്റോറിയാണ്. ബിസ്മിക്കല്ലാഹുമ്മ ഷിഅർ, അതൊരു പോയം, പദ്യമാണ്. ഐനൽ വലാം, അതൊരു ഹിവാറാണ്, കോൺവെർസേഷനാണ്. ലാ അസ്ബ അല്ലാഹു ബത്തുനക്, അതൊരു ഫുകാഹയാണ്, ഫലിതമാണ്. ഇങ്ങനെ 4 പാഠഭാഗങ്ങൾ ഈ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുണ്ട്. നോക്കൂ അടുത്ത പേജ്. നുലാഹിലു സൂറത്ത വനു അബ്ബിർ, ചിത്രം ശ്രദ്ധിക്കുക, പറയുക. എല്ലാ യൂണിറ്റിലും ആദ്യം ഇതുപോലെ ഒരു ചിത്രം തന്നിട്ടുണ്ടാവും. അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കി പറയാനുള്ളതാണ്. അപ്പോൾ ഇവിടെയും ഈ ചിത്രം നോക്കുക, എന്നിട്ട് മനസ്സിലായ കാര്യങ്ങൾ പറയുക. താഴെ ചില ചോദ്യങ്ങളുണ്ടാവും. മാദാഫി കഫിർ റജുലി, ഈ മനുഷ്യൻ്റെ കയ്യിൽ എന്താണുള്ളത്? കഫ് പറഞ്ഞാൽ യദ് എന്നുള്ള അർത്ഥമുള്ളൂ, കൈ. ഈ മനുഷ്യൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? നിങ്ങൾക്ക് ചിത്രം കണ്ടാൽ പറയാം എന്താ ഉള്ളത്. അതെ, ഷജറത്ത്, അല്ലെ, ഒരു മരമുണ്ട്, അല്ലെങ്കിൽ ഒരു മരത്തൈയുണ്ട്. ഷത്തിലത്ത് എന്ന് പറയും മരത്തൈയാവുമ്പോൾ, അല്ലേ, ഒരു മരത്തിൻ്റെ തൈയുണ്ട്, ഷത്തിലത്തുണ്ട്. ഇനി കൈഫ തുസ്മിറു ഷജറത്തു ദഹബൻ, ആ തൈമ നിങ്ങൾ ശ്രദ്ധിച്ചോ? അല്ലേ, സാധാരണ മരത്തിൻ്റെ തൈമ ഫലങ്ങൾ, ഫ്രൂട്ട്സാണ് ഉണ്ടാകുക. എന്നാൽ ഇവിടെ ഉണ്ടായ പഴം എന്താണ്? ദഹബാണ്. ദഹബ് മാതാ സ്വർണം, അതെ, ഗോൾഡ്. അപ്പോൾ മരത്തുമ്മേൽ സ്വർണം കായ്ക്കുമോ എന്ന്. കൈഫ, എങ്ങനെയാണ് തുസ്മിറു ഷജറത്തു, മരം ഫലം തരിക, ദഹബൻ, സ്വർണമായിട്ട്. സ്വർണം എങ്ങനെയാണ് ഒരു മരം ഫലമായിട്ട് നൽകുക? അങ്ങനെ ഉണ്ടാവോ? നിങ്ങൾ പറയണം. സമ്മി ഷജറത്തൻ ഒറസ്ത, എന്നാൽ നീ നട്ട ഒരു മരത്തിൻ്റെ പേര് പറയൂ. നിങ്ങൾ നട്ടുപിടിപ്പിച്ച ഒരു മരത്തിൻ്റെ പേര് സമ്മി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് പറയൂ. അപ്പോൾ ഏതെങ്കിലും മരത്തിൻ്റെ പേര് പറയാം. ഇനി ഹൽ തുസാഇദു അബവൈക അല സിറാ, നിൻ്റെ മാതാപിതാക്കളെ നീ കൃഷിയിൽ സഹായിക്കാറുണ്ടോ? അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ഇത് നമുക്ക് വായിക്കാനുള്ള യൂണിറ്റിൻ്റെ ഒരു ആമുഖമായി തന്ന ചിത്രമാണ്. ശരി, നമുക്ക് പാഠത്തിലേക്ക് പ്രവേശിക്കാം. നഖറഉ വനഫഹമു, നമുക്ക് വായിക്കാം, മനസ്സിലാക്കാം. അത്തുറാബു വസ്സഹബ്. കാന ഫി ബലദിൻ റജുലുൻ ഹരിമുൻ ലഹു ഇബ്നാനി നജീബുൻ വഅഖൂഹു الصغير നാഫിഅ. ذات يوم دعا الرجل ابنيه وقال تركت لكما أرضا وكيسا من الذهب فليأخذ كل منكما ما يشاء. قال نافع أنا آخذ الذهب. وقال نجيب أنا أفضل الأرض. انظروا, നോക്കൂ. തുറാബ് വസ്സഹബ് എന്നർത്ഥം. തുറാബ് എന്ന് പറഞ്ഞാൽ മണ്ണ്. ദഹബ് നേരത്തെ ഇപ്പോൾ പറഞ്ഞു, ഗോൾഡ്, സ്വർണം. അപ്പോൾ സ്വർണവും മണ്ണും എന്നാണ് പാഠത്തിൻ്റെ പേര്, ഹെഡിങ്. തുറാബ് വസ്സഹബ്, മണ്ണും സ്വർണവും. തുറാബ് മണ്ണ്, ദഹബ് സ്വർണം. നോക്കൂ, നമ്മൾ പറഞ്ഞല്ലോ ഇതൊരു കഥയാണ്, സ്റ്റോറിയാണ്. അപ്പോൾ കാനഫി ബലദിൻ, ഒരു നാട്ടിലുണ്ടായിരുന്നു, റജുലുൻ ഹരിമുൻ, ഒരു വൃദ്ധനായ മനുഷ്യൻ. ഹരിമു എന്ന് പറഞ്ഞാൽ വയസ്സൻ, വൃദ്ധൻ. അപ്പോൾ ഒരു നാട്ടിൽ ഒരു വൃദ്ധനായ മനുഷ്യനുണ്ടായിരുന്നു. ലഹു ഇബ്നാനി, അദ്ദേഹത്തിന് 2 മക്കളുണ്ടായിരുന്നു. ആരൊക്കെയാണത്? നജീബുൻ, ഒന്ന് നജീബാണ്. വഅഖൂഹു സ്സഗീറു നാഫിഅ, രണ്ടാമത്തത് അവൻ്റെ ഇളയ സഹോദരൻ നാഫിഅ. അഖ് നമുക്കറിയും, ബ്രദർ, സഹോദരൻ. അഖൂഹു സ്സഗീർ എന്ന് പറഞ്ഞാൽ അവൻ്റെ ചെറിയ സഹോദരൻ നാഫിഅ, പേര് നാഫിഅ. അപ്പോൾ ഈ വൃദ്ധൻ്റെ 2 മക്കളുടെ പേരാണ് നജീബും നാഫിഉം. അങ്ങനെ ദാത്ത യൗമിൻ, ഒരു ദിവസം, ദഅർ റജുലു, ഈ മനുഷ്യൻ വിളിച്ചു, ഇബ്നൈഹി, തൻ്റെ 2 മക്കളെയും വിളിച്ചുകൊണ്ട്, വഖാല, അദ്ദേഹം പറഞ്ഞു, തറക്തു ലക്കുമാ അർളൻ വഖീസം മിന ദഹബി, നിങ്ങൾ 2 പേർക്കും ഞാൻ ഭൂമിയും അതുപോലെ ഒരു കവർ സ്വർണവും ഉപേക്ഷിക്കുന്നു. തറക്തു, ഞാൻ ഉപേക്ഷിച്ചു പോകുന്നു, ലക്കുമ, നിങ്ങൾ 2 പേർക്കും, അർളൻ,
എന്ത്? ഭൂമി, എൻ്റെ ഭൂമിയുണ്ട്. അപ്പോൾ കീസം മിന ദഹബി, എന്തുണ്ട്? ഒരു കവറ് സ്വർണവുമുണ്ട്, ഒരു കീസ് സ്വർണവുമുണ്ട്. അപ്പം ഞാൻ മരിച്ചു പോയാൽ എൻ്റെ കാലശേഷം ഇത് രണ്ടും നിങ്ങൾക്കുള്ളതാണ്. അതുകൊണ്ട് ഫൽ യഖുദ് കുല്ലും മിൻകുമാമായ ഷാവു, നിങ്ങളിൽ ഓരോരുത്തരും അവൻ ഉദ്ദേശിച്ചത് എടുത്തുകൊള്ളുക. അപ്പോൾ സ്വർണം വേണ്ടവർക്ക് സ്വർണ്ണം എടുക്കാം, ഭൂമി വേണ്ടവർക്ക് ഭൂമി എടുക്കാം, രണ്ടും കൂടി എടുക്കാൻ പാടില്ല. ഇതാണ് പിതാവ് അവരോട് പറഞ്ഞത്. ഉടനെ ഖാല നാഫിയ പറഞ്ഞു, അന ആഖുദു ദഹബ്, ഞാൻ സ്വർണം എടുത്തോളാം. അല്ലേ? ഇളയ സഹോദരൻ ചെറിയ മകൻ പറഞ്ഞു എന്ത്? അന ആഖുദു ദഹബ്, എന്നാൽ ഞാൻ ഗോൾഡ് എടുത്തോളാം. വഖാല നജീബ്, അപ്പം നജീബ് പറഞ്ഞു, അന ഉഫദ്ദിലുൽ അർള, ഞാൻ ഭൂമി സെലക്ട് ചെയ്യുന്നു, ഞാൻ ഭൂമി തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ വലിയ സഹോദരൻ നജീബ് ഭൂമിയും എടുത്തു. അതിന് നേരെ ചെറിയ ചോദ്യം കാണാൻ, ലിമ ഇഖ്താറ നാഫി അദ് ദഹബ, എന്താണ് നാഫി സ്വർണം എടുക്കാൻ കാരണമെന്ന്, എന്തുകൊണ്ടാണ് അവനത് എടുത്തത്? അല്ലേ? കാരണം എന്താ അറിയാലോ, സ്വർണം അവിടെ എന്താണ് കവറിൽ ഉള്ളതാണ്, അത് വിറ്റുകൊണ്ട് അല്ലേ പെട്ടെന്ന് അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും, അതുകൊണ്ടാണ് അവൻ സ്വർണം എടുത്തത്. ഇനി അങ്ങനെ ബാദ അയ്യാമിൻ, നോക്കൂ അടുത്ത പേജിൽ, ബാദ അയ്യാമിൻ മാത്തൽ ഹരിമു, ദിവസങ്ങൾക്ക് ശേഷം ഈ വൃദ്ധൻ മരിച്ചു, ഈ ഉപ്പ മരിച്ചു. ഫഹസിനൽ വലദാനി ശദീദൻ, ഈ രണ്ട് കുട്ടികളും ശക്തമായി ദുഃഖിച്ചു ഉപ്പ മരിച്ചപ്പോൾ. നമ്മുടെ ഉപ്പ മരിച്ചല്ലോ, ഇനി നമുക്കാരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കരഞ്ഞു, അവർ ശക്തമായി ദുഃഖിച്ചു. അങ്ങനെ അഹദ കുല്ലു വാഹിദിൻ നസ്വൈബഹു, ഓരോരുത്തരും അവൻ്റെ വിഹിതം എടുത്തു. നസ്വീബ് എന്ന് പറഞ്ഞാൽ ഓഹരി അല്ലേ? നേരത്തെ പിതാവിനോട് അവർ കരാറ് ചെയ്ത ഓഹരി ഉണ്ടല്ലോ അല്ലേ? നാഫിയ എന്താണ് എടുക്കാൻ പറഞ്ഞത്? സ്വർണം ആണ് അവൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്, നജീബാണെങ്കിൽ ഭൂമിയാണ്. ഇങ്ങനെയുള്ള ഈ നസ്വീബിൻ്റെ അർത്ഥം ഓഹരി അല്ലെങ്കിൽ വിഹിതം. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ വിഹിതം എടുത്തു. അങ്ങനെ ബദ നജീബുൻ യാമലു ഫിൽ അർളി, നജീബ് ഭൂമിയിൽ കൃഷി ചെയ്യാൻ തുടങ്ങി. യാമലു എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുക എന്നാണ്, അധ്വാനിക്കുക. അങ്ങനെ നജീബ് ഭൂമിയിൽ ജോലി ചെയ്യാൻ തുടങ്ങി. യബ്ദുറു ഫി തുറാബിഹ, അതിൻ്റെ മണ്ണിൽ അവൻ വിതക്കുന്നു. യബ്ദുറു മാന വിതക്കുക, അൽ അറുസ എന്ത്? നെല്ല്. അവൻ ആ ഭൂമി കിളച്ച് മറിച്ച് അതിൽ നെല്ല് വിതച്ചു. അങ്ങനെ ഫഅത്വാഹു കുല്ലു ഹബ്ബത്തിൻ, ഓരോ ധാന്യമണിയും, ഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ വിത്ത്, ഓരോ നെല്ലിൻ്റെ വിത്തും അവന് നൽകി. സുംബുലത്തൻ, എന്തു നൽകി? കതിര് നൽകി. സുംബുലത്തന നെല്ലുണ്ടാകുന്ന കതിര്. വഫീ കുല്ലി സുംബുലത്തിൻ, ഓരോ കതിരിലും മിഅത്തു ഹബ്ബത്തിൻ, എന്തുണ്ടായി? 100 ധാന്യമണികളുണ്ടായി. 100 നെൽവിത്തുകൾ ഓരോ കതിരിലുമുണ്ടായി. അങ്ങനെ ഇസ്ദാദൽ മാലു, മുതൽ വർദ്ധിച്ചു, ധനം വർദ്ധിച്ചു. ഇസ്ദാദ വർദ്ധിച്ചു, അൽ മാൽ മുതൽ. യൗമൻ ബാദ യൗമിൻ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസമായിട്ട്, ദിവസങ്ങളായിട്ട് അവന് മുതൽ വർദ്ധിച്ചു. വസ്വാറ നജീബുൻ മസ്റൂറൻ, നജീബ് സന്തുഷ്ടനായി അല്ലേ? ധനം ഇങ്ങനെ കൂടി വരികയാണ്, നജീബ് വളരെ ഹാപ്പിയായി. അമ്മ നാഫി, അപ്പം നമ്മുടെ നാഫീൻ്റെ അവസ്ഥ എന്താണ്? ഫ ബദ യുൻഫിഖു മിന ദഹബ്, അവൻ സ്വർണം ഇങ്ങനെ ചിലവഴിക്കാൻ തുടങ്ങി. യുൻഫിഖു മാന ചിലവഴിക്കുന്നു. അവൻ കവറിലുള്ള സ്വർണ്ണമെടുത്ത് ചിലവഴിക്കാൻ തുടങ്ങി. അങ്ങനെ എന്തുണ്ടായി? വദ്ദഹബു, സ്വർണം, യൻഫദു ഹീനൻ ബാദ ഹീനിൻ, കാലങ്ങളായിട്ട് അതിങ്ങനെ യൻഫദു എന്ന് പറഞ്ഞാൽ തീർന്നു എന്നാണ്, തീർന്നുകൊണ്ടിരുന്നു അല്ലേ? കാരണം കവറിൽ എടുത്തു വെച്ച സ്വർണം എടുത്ത് ഉപയോഗിക്കുകയാണ്. അങ്ങനെ കാലങ്ങളായി, ദിവസങ്ങളായിട്ട് ആ സ്വർണം അങ്ങ് തീർന്നുപോയി. മറത്തൻ, അങ്ങനെ ഒരിക്കൽ ഫതഹ നാഫിയ തുറന്നു നോക്കിയാൽ കീസാവൻ്റെ കവറൊന്ന് തുറന്നു നോക്കി. ഫവജദഹു ഫാരിഗൻ, അപ്പോൾ ആ കവറ് ശൂന്യമാണ്. ഫാരി എന്ന് പറഞ്ഞാൽ ഖാലിയാണ്, ഒന്നുമില്ല. ആ കവർ ശൂന്യമായിട്ട് അവൻ എത്തിച്ചു. ഫസ്വാറ ഹസീനൻ, അപ്പോൾ അവൻ ദുഃഖിതനായി. ഇനി ഞാൻ എന്താണ് ചെയ്യുക? എനിക്ക് ജീവിക്കാൻ ഒരു വഴിയുമില്ല. പിതാവിൻ്റെ അനന്തര സ്വത്തായ സ്വർണം മുഴുവനും തീർന്നുപോയി. ഇതോർത്തുകൊണ്ടവൻ ദുഃഖിതനായി, ഹസീൻ, ദുഃഖിതനായി. ഉടനെ വദഹബ ഇല അഖീഹി നജീബ്, അവൻ തൻ്റെ സഹോദരനായ നജീബിൻ്റെ അടുക്കലേക്ക് പോയി. ഫദാറ ബൈനഹുമാ ഹിവാറുൻ, അപ്പോൾ അവർ തമ്മിലൊരു സംഭാഷണം നടന്നു. ഉടനെ തൻ്റെ സഹോദരനായ നജീബിനെ കാണാൻ വേണ്ടി നാഫിയ പുറപ്പെട്ടു. അവർ തമ്മിൽ അപ്പോൾ അവിടെ ഒരു സംഭാഷണമുണ്ടായി. നുഇദുൽ ഹിവാറല്ലദീ ദാറ ബൈനൽ അഖവൈനി, ഈ രണ്ട് സഹോദരന്മാർക്കിടയിലുണ്ടായ സംഭാഷണം നിങ്ങൾ തയ്യാറാക്കുക. ഇത് വിശദമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഇതിൻ്റെ നമ്മൾ വായിച്ച പാരഗ്രാഫിൻ്റെ ഇടതുവശത്തായിട്ട് ചില ചോദ്യങ്ങളുണ്ട്. ഇല ഐന റാഹ നജീബ്, നജീബ് എങ്ങോട്ടാണ് പോയത് എന്ന്.
നജീബ് എങ്ങോട്ടാ പോയത്? നിങ്ങൾക്ക് ഈ പാരഗ്രാഫ് എന്ന് കണ്ടെത്തി എഴുതാനേ ഉള്ളൂ. ഇല ഐന റാഹ നജീബ്. നജീബ് എങ്ങോട്ടാ പോയത്? എങ്ങോട്ടാണ് പോയത്? അവൻ്റെ കൃഷി സ്ഥലത്തേക്കാണ് പോയത്, അല്ലെങ്കിൽ അവൻ്റെ ഭൂമിയിലേക്കാണ് അവൻ പോയത്. ഇനി ബിമസ്വാറ നജീബ് മസ്റൂറൻ. എന്താണ് നജീബ് സന്തുഷ്ടനാവാൻ കാരണം? അതെ, അവന് മുതലിങ്ങനെ വർദ്ധിച്ചു ഓരോ ദിവസമായിട്ട്, അല്ലേ? അങ്ങനെയാണ് അവൻ സന്തുഷ്ടനായത്. ഇനി കൈഫ നഫിദ ദഹബു. സ്വർണം എങ്ങനെയാണ് തീർന്നത്? നാഫിൻ്റെ ചാക്കിലുള്ള കവറിലുള്ള സ്വർണം എങ്ങനെയാണ് തീർന്നത്? അവനതെങ്ങനെ എടുത്ത് ഉപയോഗിക്കുകയാണ് ഓരോ ദിവസവും, അല്ലേ? അപ്പോൾ എന്താവും? തീരും, അല്ലേ? പെട്ടിയിൽ വെച്ച ക്യാഷ് എടുത്ത് ഉപയോഗിച്ചാൽ എന്താവും? അത് തീരും. അങ്ങനെ അവൻ്റെ സ്വർണം തീർന്നു. നോക്കൂ, അടുത്ത പേജിൽ നമുക്ക് കഥയുടെ ബാക്കി വായിക്കാം. അപ്പോൾ എന്താണ് പറഞ്ഞത്? നാഫിയ അങ്ങനെ സ്വർണമൊക്കെ തീർന്നപ്പോൾ അവൻ്റെ സഹോദരനായ നജീബിനെ കാണാൻ വേണ്ടി അവൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത് നോക്കൂ. അഹ്റജ നജീബുൻ. നജീബ് പുറത്തെടുത്തു. അഹ്റജാനെ പുറപ്പെടുവിച്ചു. നജീബ് കീസമ്മിന ദഹബ്. ഒരു കവറ് സ്വർണം പുറത്തെടുത്തു. നാഫി അങ്ങോട്ട് ചെന്നപ്പോൾ നജീബ് ഒരു ചാക്ക്, ഒരു കീസ് സ്വർണം ഇങ്ങോട്ട് പുറത്തെടുത്തു. വകാല, എന്നിട്ട് അവൻ പറഞ്ഞു, അത്തുറാബു ആത്വാനി ഹാദ ദഹബ്. മണ്ണാണ് എനിക്ക് ഈ സ്വർണം തന്നത് എന്ന് തൻ്റെ അനിയനോട് പറഞ്ഞു. അത്തുറാബു, മണ്ണ്, ആത്വാനി എനിക്ക് തന്നു, ഹാദ ദഹബ്, ഈ സ്വർണം തന്നു. കാല നാഫിയോൻ സാഹിറൻ. അപ്പോൾ പരിഹാസത്തോടെ നാഫി പറഞ്ഞു. സാഹിറിൻ്റെ അർത്ഥം പരിഹസിക്കുന്നവൻ, കളിയാക്കിക്കൊണ്ട് നാഫി അപ്പം പറഞ്ഞു, ഹൽ യുംബിത്തു തുറാബു ദഹബൻ. എന്താണോ ഈ പറയുന്നത്? മണ്ണ് സ്വർണം തരുമോ? ഹൽ യുംബിത്തു, അൻപത്തയുൻബിത്തു പറഞ്ഞാൽ മുളപ്പിക്കുക എന്നാണ്. ഹൽ യുംബിത്തു തുറാബു, മണ്ണ് മുളപ്പിക്കുമോ? ദഹബൻ, സ്വർണം എന്ന് പറഞ്ഞാൽ മണ്ണിന്ന് സ്വർണം കിട്ടുമോ? എന്ത് വിഡ്ഢിത്താണ് ഈ പറയുന്നത്? ഒളിബല്ലഹു. ഇത് കേട്ടപ്പോൾ ഈ സഹോദരൻ ദേഷ്യപ്പെട്ടു. വഖാൽ, ദേഷ്യപ്പെട്ടുകൊണ്ട് അവൻ പറഞ്ഞു, മണ്ണ് സ്വർണം തരൂലല്ലേ എന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് സഹോദരൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? അൽ ഹുബുസുല്ലദീ തൗക്കുലുഹു. എടോ, നീ ഭക്ഷിക്കുന്ന ഹുബുസ് ഉണ്ടല്ലോ, ഹുബുസ് മാന റൊട്ടി അല്ലെങ്കിൽ പത്തിരി. അൽ ഹുബുസുല്ലദീ തൗക്കുലുഹു, നീ ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്ന റൊട്ടി, ദാലിക മിൻ ഹാദ തുറാബ്, അത് ഈ മണ്ണിലാണ് ഉണ്ടാവുന്നത്. ഈ മണ്ണിൽ കൃഷി ചെയ്തിട്ട് കർഷകർ ഉണ്ടാക്കുന്ന അധ്വാന ഫലമാണ് നീ തിന്നുന്ന, ഭക്ഷിക്കുന്ന പത്തിരി അല്ലെങ്കിൽ റൊട്ടി. അതുപോലെ വസ്സൗബു, സൗബ് നിങ്ങൾക്കറിയാം, വസ്ത്രം, അല്ലേ? ഡ്രസ്സ്. അല്ലതീ തൽബസുഹു, നീ ധരിക്കുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, ഐവമ്മിന തുറാബ്, അതും ഈ മണ്ണിൽ നിന്നാണ് ഉണ്ടാവുന്നത്, അല്ലേ? ഈ മണ്ണിൽ കൃഷി ചെയ്തിട്ട് പരുത്തിയും മറ്റൊക്കെ ഉണ്ടാക്കി അതിൽ നിന്നാണ് നീ ധരിക്കുന്ന ഡ്രസ്സും ഉണ്ടാക്കുന്നത്. വക്കത അസിമാർ, അങ്ങനെ തന്നെയാണ് പഴങ്ങൾ, ഫ്രൂട്ട്സുകളും അങ്ങനെ തന്നെയാണ്. വൽ അസ്ഹാറു, പഴങ്ങളും, കുല്ലുഹാമിന തുറാബ്, എല്ലാം ഈ മണ്ണിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഇത് നിനക്കറിയില്ലേ എന്ന് സഹോദരൻ ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു. ഫഹജില നാഫി, ഈ മറുപടി കേട്ടപ്പോൾ നാഫി ആകെ എന്തായി? അവൻ വഷളായി. ഖജില എന്നാൽ ഇളിഭ്യനായി. മിൻ കലാമിഹി, തൻ്റെ സഹോദരൻ്റെ സംസാരത്തിൽ അവനാകെ വഷളായി അല്ലെങ്കിൽ ഇളിഭ്യനായി. വക്കാല, എന്നിട്ടവൻ പറഞ്ഞു, മാ അക്സറ ജഹ്ലി വ സഫാഹത്തി, എൻ്റെ വിഡ്ഢിത്തം എത്ര വലുതാണ്. ജഹ്ലി എന്ന അജ്ഞത. മാ അക്സറ ജഹ്ലി, എൻ്റെ അജ്ഞത, എൻ്റെ വിവരമില്ലായ്മ എത്ര വലുതാണ്. വ സഫാഹത്തി, എൻ്റെ വിഡ്ഢിത്തവും. ഇങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വലിയൊരു വിഡ്ഢിയാണ് എന്ന് നാഫിയ പറഞ്ഞു. കാല നജീബ്, അപ്പം നജീബ് പറഞ്ഞു, ലാ തഹസൻ യാ അഖി, എൻ്റെ സഹോദര നീ ദുഃഖിക്കേണ്ട. നിൻ്റെ സ്വർണ്ണമൊക്കെ തീർന്നു പോയെങ്കിൽ നീ ഒരിക്കലും ലാ തഹസൻ യാ അഖി, എൻ്റെ സഹോദര ദുഃഖിക്കേണ്ടതില്ല. ഫറദ്ദ നാഫി, അപ്പം നാഫി തിരിച്ചു പറഞ്ഞു. ഈ പറഞ്ഞ ലാ തഹസൻ യാ അഖി, എൻ്റെ സഹോദര ദുഃഖിക്കണ്ട എന്ന് പറഞ്ഞല്ലോ, അതിന് മറുപടിയായിട്ട് നാഫി റദ്ദാനെ തിരിച്ചു ചോദിച്ചു. എന്ത്? കൈഫ ലാ അഹ്സനു, എങ്ങനെ ഞാൻ ദുഃഖിക്കാതിരിക്കും? കാരണം അഹ്ലക്കത്തു കുല്ല ഷൈഇൻ കാനലി, എനിക്കുള്ളതെല്ലാം നശിച്ചു പോയി, എൻ്റെ അടുത്ത് ഇനി ഒന്നുമില്ല, ജീവിക്കാൻ എനിക്കൊരു വകയുമില്ല, പിന്നെ എങ്ങനെ ഞാൻ ദുഃഖിക്കാതിരിക്കും? ഫവാസ നജീബുൻ അഖാഹു, അപ്പം നജീബ് തൻ്റെ സഹോദരനെ വാസ അർത്ഥം ആശ്വസിപ്പിച്ചു എന്നാണ്, അല്ലെങ്കിൽ സമാധാനിപ്പിച്ചു. വാസ യുവാസി എന്ന് മുളാരി വരും എന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിച്ചു അല്ലെങ്കിൽ സമാധാനിപ്പിച്ചു. നജീബ് അഖാഹു, തൻ്റെ സഹോദരനെ. വഖാല, ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, വൈൻ ദഹബ എന്ന് പറഞ്ഞത് അർത്ഥം മാളിയായ ഫീലാണ്, നിങ്ങൾക്കറിയും, പോയി എന്നാണ്.
ദഹബ് എന്ന സ്വർണം എന്നാണ്. ദഹബ പോയി, ദഹബ് സ്വർണം. അപ്പോൾ വൈൻ ദഹബ ദഹബു, സ്വർണം പോയി എങ്കിൽ, നിൻ്റെ സ്വർണ്ണമൊക്കെ നഷ്ടപ്പെട്ട് തീർന്നു പോയി എങ്കിൽ, ഫർലുന ബാക്കിയത്തുൻ, നമ്മുടെ ഭൂമി ഇപ്പോഴും ബാക്കിയുണ്ട്, ഭൂമി നശിച്ചിട്ടില്ല, നമ്മുടെ മണ്ണ് ഭൂമി ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് നീ എന്ത് ചെയ്യൂ, ഇങ്ങോട്ട് വരൂ, ഈ ഭൂമിയിലേക്ക് വന്ന് നീ ഇവിടെ കൃഷി ചെയ്തോ, അധ്വാനിക്കുക, അധ്വാനിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, മുതൽ സമ്പാദിക്കുക. അതാണ് നമ്മുടെ ഈ യൂണിറ്റിൻ്റെ മെയിൻ ഹെഡിങ് അത് തന്നെ ആയിരുന്നു അല്ലേ. അർളുന ബാക്കിയ, നമ്മുടെ ഭൂമിയുടെ ബാക്കിയാണ്, അവശേഷിക്കുന്നു. ഈ കഥയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? അധ്വാനത്തിൻ്റെ, ജോലി ചെയ്ത് ജീവിക്കുന്നതിൻ്റെ മഹത്വമാണ് അല്ലേ. ആരെങ്കിലും അനന്തര സ്വത്തായി കിട്ടിയ മുതൽ ഉപയോഗിച്ചുകൊണ്ട് അധ്വാനിക്കാതെ ജീവിക്കുന്നതിൽ എന്തില്ല, ഒരു അർത്ഥവുമില്ല. നമ്മുടെ അടുത്തുള്ള പൈസ എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ക്യാഷ് തീർന്നു പോകും. എന്ത് ചെയ്യണം? അധ്വാനിച്ച് സമ്പാദിച്ചുകൊണ്ട് ധനം സമ്പാദിക്കണം, അങ്ങനെ ജീവിക്കണം. അതിലാണ് എന്ത് മഹത്വം എന്നാണ് ഈ കഥയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഗുണപാഠം. ഇതിൻ്റെ സൈഡിൽ ചില ചോദ്യങ്ങളുണ്ടാവും. കൈഫ കസബ നജീബുൻ ദഹബൻ, നജീബ് എങ്ങനെ സ്വർണം സമ്പാദിച്ചത് എന്ന്. നജീബിന് എങ്ങനെ ഒരു കവർ സ്വർണം കിട്ടിയത് നിങ്ങൾക്കറിയാം. അടുത്തത് മാതാ നസ്വഹ നജീബുൻ നഹാഹു, നജീബ് എന്താണ് തൻ്റെ സഹോദരനെ ഉപദേശിച്ചത്? നസ്വഹാനെ ഉപദേശിച്ചു. ഇനി കൈഫ വാസാ നജീബുൻ നഹാഹു, നജീബ് എങ്ങനെയാണ് അവൻ്റെ സഹോദരനെ ആശ്വസിപ്പിച്ചത്? അത് ഒക്കെ ഈ പാരഗ്രാഫിലുണ്ട്. നജീബ് എങ്ങനെയാണ് തൻ്റെ സഹോദരനെ വാസ എന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിച്ചത് എങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതെല്ലാം ഈ പാരഗ്രാഫിൽ നിങ്ങൾ കണ്ടെത്തി എഴുതാം. ഈ ഖിസ്വ, ഈ കഥ അത്തുറാബു വദഹബ് എന്നുള്ള കഥ ഇവിടെ ഇതോടുകൂടെ അവസാനിക്കുകയാണ്. ഇനി ഇതിലുള്ള പഠന പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഇൻഷാ അല്ലാഹ് അതുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ശുക്രൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.